വെൽക്കം ടു ന്യൂ വ്ലോഗ്. നമ്മൾ മുന്നേ ഒരു ക്രോഷ്യോ ട്യൂട്ടോറിയൽ ബേസിക് സ്റ്റിച്ചസിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സിമ്പിൾസ് കൂടെ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ അതേ ട്യൂട്ടോറിയൽ ചെയ്യണം, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ യാണിനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഹൂക്സ് ഇൻസേർട്ട് ചെയ്ത് അതിനകത്ത് കൂടെ യാണിനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് എന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. നമ്മൾ യാണിനെ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതിനാണ് നമ്മൾ യാൺ ഓവർ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള എടുക്കുന്നത് നമ്മൾ ഫുൾ ത്രൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് ഫുൾ ത്രൂ ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതാണ് ചെയിൻ സ്റ്റിച്ചിൻ്റെ സിമ്പിളാണ് ഞാൻ താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ നെറ്റിലൊക്കെ നോക്കുമ്പം ഒരുപാട് ക്രോഷയുടെ പിക്ചേഴ്സ് കിട്ടും, ഇങ്ങനത്തെ സിമ്പിൾസ് വെച്ചിട്ടുള്ള. അപ്പം നമുക്ക് പലർക്കും അറിയാത്തത് എങ്ങനെയാണ് ഈ സിമ്പിൾസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് സിമ്പിൾസ് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുന്നത്. ഇനി സെയിം ചെയിനിൽ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടാൻ പോകുന്നത്. ഫസ്റ്റ് ചെയിൻ വിട്ടിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. സ്ലിപ്പ് നോട്ടിൻ്റെ സിമ്പിളാണ് താഴെ കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് ചെയിനിൽ ഫസ്റ്റ് ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ പുൾ ചെയ്തെടുത്ത്, അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ വർക്കിംഗ് യാണാണ് ഫസ്റ്റ് കാണുന്ന വർക്കിംഗ് യാണ് നമ്മൾ സെക്കൻഡ് ലൂപ്പിലൂടെ എടുക്കുക. ഇവിടെ നമ്മൾ 2 ലൂപ്പ് കിട്ടുന്നതിന് ഫസ്റ്റ് ലൂപ്പ് സെക്കൻഡ് ലൂപ്പിനകത്തൂടെ പുൾ ത്രൂ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുന്നത്. നമ്മുടെ സ്ലിപ്പ് നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിനെ വീണ്ടും അതേ സ്റ്റിച്ചിൽ തന്നെ തിരിച്ചു പിടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷയാണ്. ഇതാണ് സിംഗിൾ ക്രോഷയുടെ സിമ്പിൾ. ഈ സിംഗിൾ ക്രോഷ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളെ ഹൂക്സിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്തിട്ട് ഫുൾ ത്രൂ ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഈ 2 ലൂപ്പിനും എഗെയിൻ നമ്മളൊരു യാൺ ഓവർ ചെയ്തിട്ട് ആ ഫുൾ ത്രൂ ചെയ്തെടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷ. നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടപ്പോൾ ഇതുപോലെ നമുക്ക് 2 ലൂപ്പ് കിട്ടിയിരുന്നു. പക്ഷെ നമ്മൾ അതിൽ യാൺ ഓവർ ചെയ്യാതെ നമ്മൾ ഫസ്റ്റ് ലൂപ്പിൽ നിന്ന് സെക്കൻഡ് ലൂപ്പിനെ എടുക്കുക ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ പകരം യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ആ 2 ലൂപ്പിനെയും കൂടെ ഒന്നിച്ച് ക്ലോസ് ചെയ്യുക ചെയ്യുന്നത്. ഇതാണ് സിംഗിൾ ക്രോഷ. നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ. ഹാഫ് ഡബിൾ ക്രോഷയുടെ സിമ്പിളാണ് താഴെ കാണിച്ചിട്ടുള്ളത്, ഈ ടീ പോലെയുള്ളത്. ഇനി ഹാഫ് ഡബിൾ ക്രോഷ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് യാൺ ഓവർ ചെയ്ത് ഈ ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്ത് വീണ്ടും യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഇതിനെ ഒന്നിച്ച് നമ്മൾ പുൾ ത്രൂ ചെയ്തെടുക്കുമ്പം കിട്ടുന്നതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ. നമ്മൾ സിംഗിൾ ക്രോഷയിൽ 2 ലൂപ്പിനെ ഒന്നിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യാൺ ഓവർ ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ സിംഗിൾ ക്രോഷയിൽ യാൺ ഓവർ ചെയ്യാതെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ക്രോഷയിൽ എപ്പോഴും ബേസിക് സ്റ്റിച്ചസോ അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ഓഫ് സ്റ്റിച്ചസോ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ക്രോഷേ കംപ്ലീറ്റ്. അപ്പോൾ നമ്മുടെ ബേസിക് സ്റ്റിച്ചസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രോഷേ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷേ എൻഡ് ചെയ്യുന്നിടത്ത് നമ്മൾ ജസ്റ്റ് തിരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഹാഫ് ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നു. ഇതാണ് ഡബിൾ ക്രോഷയുടെ സിമ്പിൾ. ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക. ലൂപ്പിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് അഗെയിൻ യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുമ്പം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത പോലെ 3 ലൂപ്സ് കിട്ടും. പക്ഷെ നമ്മളിവിടെ 2 ലൂപ്സിനെ
പുൾ ത്രൂ ചെയ്തെടുക്കുന്നുള്ളൂ. 2 ലൂപ്സ് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ വീണ്ടും യാൺ വെച്ചിട്ട് ഒന്നുകൂടെ പുൾ ത്രൂ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷേ എൻഡ് ചെയ്യുന്നോട് നമ്മൾ തിരിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റിച്ചായ ട്രിപ്പിൾ ക്രോഷേ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ തിരിച്ചു പിടിച്ച ശേഷമാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്തെടുക്കുന്നത്. ട്രിപ്പിൾ ക്രോഷയുടെ സിമ്പിൾ ഇതാണ്. അതിനുവേണ്ടി നമ്മൾ ട്രിപ്പിൾ ക്രോഷയ്ക്ക് വേണ്ടി നമ്മൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തെടുക്കുക. ശേഷം ലൂപ്പിനകത്തൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് എഗെയിൻ യാൺ ഓവർ ചെയ്ത് നമ്മൾ പുൾ ത്രൂ ചെയ്തെടുക്കുമ്പം നമുക്കിവിടെ 4 ലൂപ്സ് കാണാം. ഈ 4 ലൂപ്സിലെ 2 ലൂപ്സിനെ നമ്മൾ പുൾ ത്രൂ ചെയ്തെടുക്കുക. എഗെയിൻ നമുക്ക് 3 ലൂപ്സ് ഉണ്ട്, അതിൽ എഗെയിൻ 2 ലൂപ്സിനെ പുൾ ത്രൂ ചെയ്തെടുക്കുക. ദെൻ ലാസ്റ്റ് ബാലൻസ് വരുന്ന 2 ലൂപ്സിനൂടെ പുൾ ത്രൂ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് സ്റ്റിച്ചസ്. നമ്മളൊരു ഫസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് പിന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ സിംഗിൾ ക്രോഷേ കൊടുത്തു. പിന്നെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ കൊടുത്തു. പിന്നെ ഡബിൾ ക്രോഷേ കൊടുത്തു. പിന്നെ ട്രിപ്പിൾ ക്രോഷേ കൊടുത്തു. ഈ വീഡിയോ നല്ല സ്ലോ ആയിട്ട് കണ്ട് റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചസ് ഒക്കെ ഈസിയായി പഠിക്കാം. താങ്ക്